സതീശൻ എന്ന ഞാൻ PM ശ്രീ ഞങ്ങൾ എതിർത്തിരുന്നതാണ്. അത് കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ടാകും. ആയിക്കോട്ടെ, രാജു പി നായരെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ രാജു പി നായരും രാജു പി നായരുടെ പാർട്ടിയും UDF ഒക്കെ പറഞ്ഞത് PM ശ്രീ ഇവിടെ നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ്. എന്ന് മാത്രമല്ല, നമ്മളതിനെ അറബിക്കടലിൽ എറിയും എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ എന്ത് സംഭവിച്ചു? വെൽക്കം ടു ഡിബേറ്റ് സ്പേസ് മലയാളം. ലെറ്റ്സ് ബിഗിൻ. പക്ഷെ കഴിഞ്ഞ സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞു. അതിപ്പോൾ ഈ മാലോകർക്ക് മുഴുവൻ അറിവുള്ള കാര്യമല്ലേ രാജു പി നായർ? ഇടതുപക്ഷ ഗവൺമെൻറ് പിണറായി, ശിവൻകുട്ടി അതൊക്കെ അതിൽ ഒപ്പിടുകയും SSK ഫണ്ട് കുറച്ച് വാങ്ങിക്കുകയും ചെയ്തു. പക്ഷെ പിന്നെ CPIക്കാർ ആ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് വിരട്ടി കഴിഞ്ഞപ്പോൾ അവരാ പരിപാടി അട്ടത്ത് കയറ്റി വെച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അത് കേന്ദ്ര സർക്കാരും പറഞ്ഞില്ലേ, സുപ്രീം കോടതിയിലടക്കം പറഞ്ഞില്ലേ. അവർ ഒപ്പിട്ടു എന്നല്ലാതെ സ്കൂളുകളുടെ ലിസ്റ്റൊന്നും തന്നില്ല. അവർ ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അതുകൊണ്ട് ഞങ്ങൾ പൈസ കൊടുക്കാൻ പോകുന്നില്ല എന്നും ഈ കേന്ദ്ര സർക്കാർ പറഞ്ഞില്ലേ. പിന്നെ എന്താപ്പം നിങ്ങളുടെ പ്രശ്നം? ഒപ്പിട്ട് കഴിഞ്ഞിടത്തുനിന്ന് പുറത്തേക്ക് വരാൻ ഏത് ക്ലോസ് വെച്ച് ആ MOയിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുമെന്ന് ശ്രീ PK ഗോപൻ ഇപ്പൊ പറഞ്ഞാൽ അങ്ങനെ പുറത്തു വരാനുള്ള വഴി കാണാതെ ബുദ്ധിമുട്ടുകയാണ് നമ്മുടെ രാജു പി നായരെങ്കിൽ പിന്നൊന്നും പറയാനില്ല. അതൊരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, എഗ്രിമെൻ്റ് ഒന്നുമല്ല. എൻ്റെ രാജു പി നായരെ, ഒരു കക്ഷിക്ക് അതിന് പിന്മാറണമെന്ന് തോന്നിയാൽ അങ്ങോട്ട് പോകാമെന്ന് വെക്കാം. പക്ഷേ ആ കരാറ് പ്രകാരം അല്ലെങ്കിൽ ആ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരമുള്ള കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല എന്നേ ഉള്ളൂ. അതിനൊരു പ്രത്യേകിച്ച് ക്ലോസ് ഒന്നും വേണ്ട. ഈ സാറിപ്പോൾ എന്തെങ്കിലും അഡ്വക്കേറ്റ് ആണോ, നിയമപരമായ കാര്യങ്ങളൊക്കെ സാറിന് അറിയോ എന്നറിയില്ല. അല്ലെങ്കിൽ വിവരമുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമല്ലോ. ഇപ്പം എന്താ മൊത്തത്തിൽ എന്താ പ്രശ്നം? ഒരു സാങ്കേതികത്വമല്ല. ഞാൻ വളരെ കൃത്യമായിട്ട് പോയിന്റ് ബ്ലാങ്ക് ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്. PK ഗോപന് കള്ളത്തരം പറയാൻ നുണയനായ പെരുന്നുണയനായ പിണറായി വിജയന്റെ അനുയായി തന്നെ മാറിയേക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞോട്ടെ. അതല്ല സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴല്ലേ മനസ്സിലായത്. രാജു പി നായർക്ക് ഒരു മോഹം പിണറായി വിജയനെ പതുക്കെ ഒരു പെരുന്നുണയൻ എന്ന് വിളിക്കണം. കാരണം നമ്മുടെ നേതാവായ സതീശനെ ഇവർ കുറേ കാലമായിട്ട് നുണേശൻ എന്ന് പറയല്ലേ. വായെടുത്താൽ നുണ മാത്രം പറയുന്ന ആളാണ്. അത് എത്രമാത്രം പറയുന്നു എന്നുള്ളതിനൊരു കണക്കില്ല. നമ്മുടെ വയനാട് വീട് പണി, കോൺഗ്രസിൻ്റെ വീട് പണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് മുതൽ അങ്ങോട്ട് തുടങ്ങി ഒരുപാട് നുണകൾ, പ്രത്യേകിച്ച് ഈ ഭരണം അങ്ങോട്ട് കിട്ടിയതിന് ശേഷം പറഞ്ഞ നുണകളൊക്കെ ഒന്നും ഒരു കണക്കില്ലാത്രേ. അപ്പോൾ ഈ കിട്ടിയൊരവസരത്തിൽ നമ്മുടെ പിണറായി വിജയനെ ഒരു പെരുന്നുണയെന്നാണ് പറഞ്ഞാൽ മനസ്സിനാകെ ഒരു സുഖം കിട്ടുകയാണ്. എൻ്റെ രാജു പി നായരെ, പക്ഷേ ഇതൊക്കെ കേട്ടോണ്ട് അപ്പുറത്തൊരാളിരിക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് ഇതൊന്നും ഇഷ്ടപ്പെടില്ല. ഇത് അദ്ദേഹം പറയാൻ പോവുകയാണ്, കേട്ടോളൂ. വ്യക്തികളെ ആക്ഷേപിച്ച് ഇവർ എന്ത് രാഷ്ട്രീയമാണ് കേരളത്തിൻ്റെ മുമ്പിൽ വിളമ്പാൻ പരിശ്രമിക്കുന്നത്? ഒരു ചർച്ചയിലല്ല, ഒരാളല്ല. കേരളം നുണയനായിട്ട് കണക്കാക്കുന്നത് പിണറായി വിജയനെയാണോ VD സതീശനെയാണോ? അത് കേരളം വിലയിരുത്തട്ടെ. ഒരു 101 നുണ ഇവിടെ പറയാൻ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറയാൻ ഈ ചർച്ചയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ വാശി പിടിക്കില്ലേ ഗോപൻ. ഞങ്ങൾക്ക് സമയമുണ്ട്, ഞങ്ങൾ കേട്ടിരുന്നോളാം. ഈ നുണ ആര് പറഞ്ഞാലും കേൾക്കാനൊരു സുഖമുള്ള കാര്യമാണല്ലോ. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഓണക്കാലമൊക്കെ ആയതുകൊണ്ട് ഈ മഹാബലിയെ പറ്റിയിട്ട് നമുക്ക് ചില പുരാണ കഥകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇത്രയും സത്യസന്ധനായ ഒരു മഹാരാജാവ് കേരളം ഭരിച്ചിട്ടില്ല എന്നൊക്കെ നമുക്കറിയാം. ആ മഹാരാജാവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണല്ലോ നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത്. എത്ര സത്യസന്ധനായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, വാമനൻ വന്ന് 3 അടി മണ്ണ് ചോദിക്കുകയും 1, 2, 3 കഴിഞ്ഞപ്പോൾ സ്ഥലമില്ലാതെ വന്നപ്പോൾ തൻ്റെ ശിരസ്സങ്ങട് കുനിച്ചു കൊടുത്ത് ആ സത്യസന്ധത പുലർത്തിയ മഹാരാജാവ് ഭരിച്ചിരുന്ന നാടാണല്ലോ നമ്മുടെ കേരളം. അത്രമാത്രം വാക്ക് കൊടുത്താൽ വാക്കിന് വില കൊടുത്തിരുന്നൊരു മഹാരാജാവ് വാണ നാടായിരുന്നു ഇത്. അങ്ങനെ ഒരു നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നുണയന്മാർ എന്ന് പറഞ്ഞിങ്ങനെ കളിച്ച് രസിക്കുന്ന ഈ രാഷ്ട്രീയ കളി കാണുമ്പോൾ നമുക്കൊക്കെ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഗോപനെതിരെ സമയമെടുത്താലും ആ നുണക്കഥകളുടെ ഒരു ലിസ്റ്റാണ് കേട്ടാൽ നമുക്കും ഈ ഓണാണ് കെങ്കമായിട്ട് ആഘോഷിക്കാറുണ്ട്. കേൾക്കട്ടെ. PMC നുണയാണ്, വഖഫ് നുണ, ടാറ്റ നുണ, ഹെലികോപ്റ്റർ നുണ, വന്ദേമാതരം നുണ, വിഴിഞ്ഞം നുണ, വാഹന മോഡിഫിക്കേഷൻ നുണ, ഏകജാലക നുണ, ഇൻവെസ്റ്റർ നുണ. ഇങ്ങനെ നുണകളുടെ ഒരു പെരും വെള്ളപ്പാച്ചിൽ കേരളത്തിൽ അഴിച്ചുവിട്ടിരിക്കുകയാണ്. എന്നിട്ട് വന്നിരുന്നിട്ട് നമ്മളെ നോക്കിക്കൊണ്ട് ഇത്തരം ആക്ഷേപങ്ങൾ പറയുന്നത് ശരിയായൊരു ഏർപ്പാടല്ല. അതെന്തായാലും ഗോപൻ, ഒന്നാമത്തെ അല്ല രണ്ടാമത്തെ ആയാലും ഈ നുണയും അസത്യവും ഒക്കെ പറഞ്ഞ് ഏറെക്കാലം
മലയാളികളെ പറ്റിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതിന് ഏത് പക്ഷമായിക്കോട്ടെ, പിണറായി ആയിക്കോട്ടെ, ഇപ്പം പെരുന്നുണയൻ എന്ന് രാജു പി നായർ വിളിച്ച പിണറായി വിജയനായാലും നുണേശൻ എന്ന് പൊതുവെ പ്രതിപക്ഷങ്ങളൊക്കെ ആരോപിക്കുന്ന സതീശനായാലും ഒരുപാട് കാലം മലയാളികളെ ഇങ്ങനെ നുണകൾ പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല. അവർക്ക് കിട്ടുന്ന തക്കതായ സമയത്ത് അവർ ശിക്ഷിക്കും. അങ്ങനെ ശിക്ഷ ഏറ്റുവാങ്ങിയവർ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നുണ്ട്. ഭരണപക്ഷത്താകട്ടെ 10 വർഷം മുമ്പ് അവർ ഭരിച്ചതല്ലേ, പല ജനങ്ങൾക്കും ഓർമ്മയൊന്നും ഉണ്ടാവില്ല അവരുടെ ആ കാലം. അതൊക്കെ അവർക്ക് ഓർമ്മിക്കാനായിട്ടൊരവസരം ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് ജനം കണ്ടു പഠിക്കട്ടെ. ഇടയ്ക്ക് ജനങ്ങളും ചില പാഠങ്ങൾ പഠിക്കുന്നത് അത്യാവശ്യമാണല്ലോ. എന്തായാലും ഈ ഓണക്കാലമല്ലേ, നമുക്ക് മഹാബലി എന്ന സത്യസന്ധനായ മഹാരാജാവിനെ ഓർത്തുകൊണ്ട് ആനന്ദകരവും സമ്പൽ സമൃദ്ധമായ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്താൻ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.